ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് ഏറ്റവും നന്നായ രൂപത്തിൽ ചെയ്യുക എന്നത്. ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോകുമ്പോ നമ്മിൽ ഐക്യമുണ്ടാകണം. ഐക്യം ഉണ്ടാക്കാനും ജനങ്ങളുടെ ഇടയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖായിദുകളിൽ അടിയുറച്ചു നിൽക്കാനും. ആത്മാവ് നിലകൊള്ളുന്നത് മനുഷ്യ ശരീരത്തിലാണ്. ശരീരം വളരുന്നതോ നമ്മൾ കഴിക്കുന്ന അന്നപാനീയങ്ങളിലൂടെയാണ്. അന്നപാനീയങ്ങൾ നമ്മൾ നേടുന്നതോ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമ്പാദനം നന്നാവണം എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നബ്ബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ആണ്ടനുസ്മരണ ദിനം കൂടി ഈ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് കടന്നുപോയത് യഥാർത്ഥ സമസ്ത എവിടെയാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. ഒരു പ്രത്യേക തരത്തിൽ ഐക്യസംഘം എന്ന പേരിൽ 1920കളിൽ കടന്നുവന്ന വഹാബി ആശയത്തിനെതിരായി വളരെ കൃത്യമായി നമ്മുടെ പാരമ്പര്യത്തെ ഉറപ്പിച്ചു നിർത്തുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅയെ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവിർഭാവം ചെയ്തത്. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന 140 കോടി ജനങ്ങൾ എന്ന നിലയ്ക്ക് എല്ലാവരും പൗരൻ എന്ന ഒറ്റ ലേബലിൽ മേൽവിലാസത്തിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പക്കൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും റബ്ബിന്റെ അടിമ എന്ന മേൽവിലാസമാണ്. അതിനപ്പുറത്തുള്ള പ്രത്യേകമായ ഒരു പ്രിവിലേജുകളും ആർക്കും നൽകപ്പെടുന്നില്ല.